ഇപ്പോൾ ഈ നടന്ന ആക്രമണ സംഭവങ്ങളുണ്ടല്ലോ, അതിനകത്ത് കേരള പോലീസിന് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മാത്രമല്ല, മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ ഉൾപ്പെട്ട കേസാണ്. അദ്ദേഹം കൂടിയുള്ള വസതിയിലാണ് ഈ പരിശോധനകളൊക്കെ നടക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ആഭ്യന്തര വകുപ്പിനോ പോലീസിനോ ഈ ED പരിശോധനയെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇത് സ്വാഭാവികമാണോ? തീർച്ചയായിട്ടും ED ലോക്കൽ പോലീസിനെ അറിയിച്ചുകൊണ്ട് ഇത് നടത്തണമെന്ന് PMLA നിയമത്തിൽ പറയുന്നുണ്ടാവില്ല. ഈ സെർച്ച് അവർ കരുതുന്ന തരത്തിലുള്ള, ഞാൻ ED കേസ് ഡൽഹിയിലെ വിവിധ കോടതികളിൽ അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് EDയുടെ ഒരു നയം എനിക്ക് അവർ ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത്. അത് എപ്പോഴും അത് വളരെ നിശ്ചിതമായിട്ട് അവർ പാലിക്കാറുണ്ട്. ഇത് കേരള പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിൽ നിന്നും ലീക്കാവും. കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം യൂണിയനൈസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസാണ്. പോലീസുകാർ എന്നതിലുപരി അവിടുത്തെ അതിനകത്തെ അംഗങ്ങൾ പലപ്പോഴും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും അവരുടെ ആശയങ്ങളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പോലീസ് ഫോഴ്സാണ്. അതുകൊണ്ടായിരിക്കും അവർ കേരള പോലീസിനെ അറിയിക്കാതെ വന്നത്. പക്ഷേ അവർ വന്ന് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാകുന്ന വേളയിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണം പിന്നീട് എപ്പോഴാണോ അവർ അറിയുന്നത് ആ സമയത്ത് വന്ന് സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് ആവശ്യമാണ്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ഇത്തരത്തിൽ ആക്രമിക്കുകയും തടയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള അന്വേഷണ വഴിയിൽ പ്രത്യാഘാതം ഉണ്ടാകും. ശ്രീ ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും കേരള പോലീസ് അത് ഡിഫ്യൂസ് ചെയ്യുന്നതിൽ വിജയകരമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പാർട്ടി ഓഫീസിൽ കയറി അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ടി ഓഫീസ് അവിടെ ഒരു സെർച്ച് നടത്തുക അല്ലെങ്കിൽ റെയ്ഡ് ചെയ്യുക, അതൊന്നും ആയിരുന്നില്ല അവരുടെ ഉദ്ദേശം. ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവരെ കസ്റ്റഡിയിലെടുക്കുക, അതിന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും ഡിഫ്യൂസ് ചെയ്യുവാനും വിജയകരമായിട്ട് കേരള പോലീസിന് കഴിഞ്ഞു. അവരെ അറിയിക്കാഞ്ഞതിൻ്റെ കാരണം ഇത് ലീക്കാകുമെന്നുള്ള ഒരു പ്രായോഗിക സംഭവം കാരണം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.